നീ ഇവിടെ എന്തെടുക്കുവാടി? ഞാൻ റെസ്റ്റ് എടുക്കുവാ. അതെടുത്തിട്ട് എത്ര ഭാരമുണ്ടടി നിന്റെ ഈ റെസ്റ്റിന്? ഇവിടെ വന്ന് ഈ ചെടിയുടെ മൂട്ടിലെ പുല്ല് പറിക്കടി. ഈ മമ്മിയുടെ കാര്യം. സെബിച്ച, പിന്നെ എങ്ങനാ ഈ മോള് നന്നാവുന്നെ? നിന്നെ എത്ര നേരം വിളിക്കും? നീ എന്താ വിളിക്കാത്തെ? എടി ദുബൈന്ന് സലീമ, അവനവിടെ പുതിയ കോഴിക്കട തുടങ്ങി. നമുക്കിനി കോഴിയങ്ങ് ദുബായിന്ന് വരുത്താലോ. എടി ഞാൻ പറഞ്ഞാൽ അവൻ ദുബായിന്ന് കോഴി എവിടെ? പിന്നെ പിന്നെ ചാച്ചൻ ദുബായിലെ ഷേക്കല്ലേ? അയ്യോ ചാച്ച സെബിച്ച, കൊച്ചിനെ നനയ്ക്കല്ലേ. എടി ജൂലി എവിടെ? ചേച്ചി ഉറക്കവാ. അവള് കോളേജിൽ നിന്ന് വന്ന പാടെ ഒറ്റ കിടപ്പാ. മോളൊന്ന് പോയി നോക്കിയേ. നീ ടോമി വരുന്നാരെ അവളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. സത്യമായിട്ടും? ഇല്ല, സത്യമായിട്ടും പറഞ്ഞില്ല. നീ ആ ടാപ്പ നടത്തേരെ. ചപ്പാത്തിയും മുട്ടക്കറിയും വരട്ടെ. അല്ലേലും ഞാനിവിടുത്തെ അടുക്കളക്കാരിയാണല്ലോ. ആ സ്പൂണിങ്. ചാച്ചാ മതി. പോരാ, മോക്ക് മുട്ട വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ തടി കുറയ്ക്കുക. അതെന്തിനാ? നീ കൊച്ചല്ലേ മോളെ. സെബിച്ച, അവക്ക് ഈ തടി മതി. ഇവിടെ ഇരിക്കുന്നവളെ നോക്ക്, അവൾ ഒടിഞ്ഞു വീഴാറായി. അങ്ങനെയൊന്നും ഞാൻ ഒടിഞ്ഞു വീഴത്തില്ല. ഈ ശക്തിയുടെ രഹസ്യം മോളിക്കുട്ടിയുടെ ഗോതമ്പ് കൊണ്ടാ. ഗോതമ്പ് കൊണ്ടിന്റെ കാര്യത്തിൽ മോളിക്കുട്ടിയുടെ കൈപുണ്യം അപാരം. ഹലോ, തോമസ് സാറോ? സാറ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുന്നു. സാറേ, ഞാനിവിടെ ചാപ്പാട് കഴിഞ്ഞിട്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വിളിച്ചോ. ഇവിടെ ഇന്ന് നോക്കിയാ കായൽ എന്ത് രസാ. സെബിച്ചൻ ഇതെവിടാ? ഞാൻ നീ നിൽക്കുന്നിടത്തല്ല. എന്നാ വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ. മോളക്കുട്ടി, തോമസ് സാറിന് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്താണ് ടോമി UK നിന്ന് വരുന്നത്. പക്ഷെ അവസാനം എനിക്ക് ചില സംശയം. സാധാരണ അമ്മമാരായി ശ്രദ്ധിക്കുന്നത്. നീ എന്തൊരമ്മയാടി? കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മോളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കയറിപ്പറ്റിയോ എന്നാണ് എൻ്റെ സംശയം. അയ്യേ, അവൾ ആ പണിക്കൊന്നും പോകത്തില്ല. അവള് നമ്മുടെ മോളല്ലേ. അതാ എൻ്റെ സംശയം. സെബിച്ച, എന്റെ മനസ്സിലും തീകോരിയിടല്ലേ. വാ, നമുക്ക് പോവാം. മക്കളെ, അമ്മ നോക്കിക്കൊള്ളണേ. വെള്ളം കണ്ട അവളെ കറണ്ട് പോകും. പിന്നെ പിന്നെ ഞാൻ വെള്ളത്തിൽ കുറെ നീന്തിട്ടുള്ളതാ. അത് കുഞ്ഞായിരിക്കുമ്പോ ചരുവത്തിൽ. ഇത് കായലാ. ഞാൻ കായലിൽ തന്നെയാ നീന്തിട്ടുള്ളത്. ആണോ? മോളിക്കുട്ടി കായലിൽ നീന്തിയിട്ടുണ്ട്. ചാച്ചാ, വലിയ മീൻ കുടുങ്ങുവാണെങ്കിൽ നമ്മളെയും കൂടെ വലിച്ചേറ്റാൻ വിളിക്കണേ. അയ്യോ മക്കളെ, പണ്ട് സെവിച്ച ചൂണ്ടയിട്ടപ്പോ ഒരാൾ പൊക്കത്തില് മീനാ കിട്ടിയത്. അത് തിന്നു തീർക്കാൻ 1 മാസം എടുത്തു. വലിച്ചെടുക്കാൻ ആരും വരണമെന്നില്ല. പക്ഷെ പൊരിച്ചെടുക്കുമ്പോ തിന്നാൻ ആരും വരാതിരുന്നാ മതി. കുടുങ്ങി 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 കുടുങ്ങി. വെള്ളം ഉണ്ടാക്കല്ലേ, മീനെ കൊടുക്കല്ലേ.
അപ്പോഴേക്കൊരു കാര്യം. ഈ കടപ്പുറത്ത് വരണമെന്ന് നിനക്കെന്താ പെട്ടെന്നൊരാഗ്രഹം? ഇവിടെ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കാതിരിക്കാൻ തിരമാലകൾ നമ്മളെ സഹായിക്കുമല്ലോ. അപ്പോൾ മറ്റാരും കേൾക്കരുതാത്ത കാര്യം നിനക്കെന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ മോളോട് സംസാരിച്ചു. സെവിച്ചാൻ പേടിച്ചതുപോലെ മറ്റൊന്നുമില്ല. എന്റെ ദൈവമേ, പക്ഷെ അവള് മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞു. അതെന്തായാലും ഞാൻ അവൾക്ക് സാധിച്ചു കൊടുക്കും. അവക്ക് മടത്തി ചേരണമെന്ന്. എന്താ എന്നെ നോക്കാത്തെ? വന്നത് ഇഷ്ടമായില്ലേ? എനിക്കിതൊക്കെ പറയാൻ ഒരാരാ ഉള്ളത്? കരയുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് എത്ര നാളായി ഞാൻ വന്ന് കരയുക. എന്താ ഒരു സിൽവൽ പോലെ അനക്കാത്തെ? ഞാനിവിടെ കിടന്ന് അലറിക്കരയും. നാണം കെടിച്ച് ഞാൻ. എനിക്ക് സഹിക്കാൻ വയ്യാത്തോണ്ട്. സഹിക്കാൻ വയ്യാത്തോണ്ട്. മോളെ, കരയിലെ കുട്ടി. ഇത് കാണുമ്പം സിസ്റ്ററിനും കരച്ചിൽ വരികയാ. പെട്ടെന്നുണ്ടായ തീരുമാനമല്ല, കുറെ നാളത്തെ ആഗ്രഹമാണ്. എനിക്ക് ഉടുപ്പിടാൻ കൊതിയാവാ സിസ്റ്ററെ. ഇത് ഏലീശാമ്മയുടെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ നോക്കി മോൾ അമ്മയോട് പറയണം. ഞാൻ എന്ത് പറയണം? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം. ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാ. ആ വാ മോളെ, ഇരിക്കേ. പപ്പയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് എല്ലാം എൻ്റെ തോളിലാ. പിന്നെ ഞാൻ ടോമിക്ക് ചേച്ചിയുമാണല്ലോ. ഞങ്ങൾക്കങ്ങ് വിളിക്കാൻ തുടങ്ങിയാൽ കോഴിക്കോട് വരെ അങ്ങ് ആളുണ്ട്. അങ്കിളിനെ കണ്ടില്ലല്ലോ. അങ്കിള് അകത്തോട്ട് ഇപ്പൊ വരും. മോളിരിക്ക്. ഇവിടത്തെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ അങ്കിള് മാത്രം മതിയല്ലോ. അങ്കിളിന് ഇപ്പോഴും 35 പ്രായം. അങ്ങനെയൊന്നുമല്ല. പിന്നെ അങ്കിളെ, അന്നത്തെ ദിവസം ശ്വേതാമോഹന്റെ പ്രോഗ്രാം വെക്കണമെന്നാ ടോമിയുടെ ആഗ്രഹം. അവൻ പുള്ളിക്കാരുടെ വലിയൊരു ഫാനാ. ആ നാത്തുൻസെ ഇപ്പൊ പഴയതുപോലെ വണ്ടിയിലൊന്നും കാണാറില്ലല്ലോ. ആ, ഇനി കറങ്ങാൻ കിടക്കുന്നതല്ലേ ഉള്ളു സമയം. ടോമിക്കാണെങ്കിൽ അങ്ങ് ടെൻഷനാ. മണിക്കൂർ ഇടവിട്ട് വിട്ടങ്ങ് ഫോൺ വിളിയാ. എന്റെ ഉള്ളിലങ്ങ് തീ കൊളുത്തും. പണ്ടേ അവൻ അങ്ങനെയാ. മോളുടെ മുഖത്തിനിപ്പം നല്ല പ്രകാശം. ഏലീശാമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്തിനാ മറ്റുള്ളവരെ കരയിക്കുന്നേ? പകൽ പോലെ ചിരിക്കണം. ഇപ്പം മോളുടെ വിഷമമെല്ലാം മാറി. എനിക്ക് കരയാൻ രാത്രികളുണ്ടല്ലോ. മോള് പഴയ കുട്ടിയാവണം. ഉറക്കെ ചിരിക്കുന്ന സ്മാർട്ടായ കുട്ടി. അത് കാണാനാണ് ദൈവത്തിനിഷ്ടം. നമ്മളെ കണ്ട സെബിച്ചൻ തിരിച്ചു പോയത്. ഞാനും പോട്ടെ. ഞാൻ കാരണം ചാച്ചൻ ഒത്തിരി വിഷമിക്കുകയാ. സിസ്റ്ററിനെ വീട്ടിൽ വന്നത് സംസാരിക്കാമോ? തീർച്ചയായും വരാം. 28 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. 28 വർഷം അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാ? 28 വർഷത്തെ ചരിത്രം കേട്ട് കേട്ട് മടുത്ത്. പക്ഷെ അതിങ്ങനെയാകുമെന്ന് എനിക്ക് ദർശനത്തിൽ വെളിപ്പെട്ടില്ലല്ലോ. എങ്ങനെ? ഒക്കെ ശരിയാവും. പണ്ട് പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് മരവെച്ച് നിന്ന് ഒരുത്തനോട് അവന്റെ കൂട്ടുകാരൻ പറയുക, ഒക്കെ ശരിയാവൂടാന്ന്. സെബിച്ച, ഈ കാര്യത്തെ അവള് വലിയൊരു തെറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓ, അപ്പൊ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ കളിമണ്ണാക്കുക. നിനക്കത് ഇഷ്ടാ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ
എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാം. അമ്മയും മക്കളും കൂടി ഈ ജീവിതം കൊണ്ട് എന്നെ പറ്റിച്ചു. എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. മോളെ, ചാച്ചൻ അത്രയ്ക്ക് മോളെ സ്നേഹിച്ചതുകൊണ്ടാ. ഞാനും ദൈവത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാ. നമുക്ക് ജൂലിയുടെ വീട് വരെ ഒന്ന് പോയാലോ? അവിടെ ചെല്ലുമ്പോൾ അരുതാത്തതൊന്നും നടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഇല്ല, അവളുടെ കണ്ണുനീർ ദൈവം കാണാതിരിക്കുവോ? സിബിച്ച കേറി വാ. മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ എന്നെ തണുപ്പിച്ചത് ആ സ്വപ്നങ്ങളാ. പക്ഷെ അവസാനം ഇത് സിബിച്ച ദൈവത്തിന്റെ തീരുമാനം അല്ല, നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചതാ. എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തേ? ഹലോ ലാലിമോള, എപ്പോ? ഞാനിതാ വരുന്നു. ആദ്യം കേട്ടപ്പം പേടിച്ചുപോയി. കുളിക്കുന്നതിനിടെ ഒന്ന് വീണതാ. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരു മൈനർ സർജറി. ദൈവം ഒന്നും വരുത്തേയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. മോള് മഠത്തിൽ പോകണമെന്ന് മമ്മിയോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അവൾ ബാത്റൂമിൽ വീണു. മോളുടെ തീരുമാനം ദൈവത്തിന് ഇഷ്ടമായില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? ചാച്ചാ, അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ സക്കര ഡോക്ടറിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. മമ്മിയുടെ ബ്രെയിനിൽ ഒരു ട്യൂമർ. അത് ഇലപ്പുഴുവിനെ പോലെ മുഴുവൻ കാർന്നു തിന്നുക. അതിനെ തുരത്താൻ മെഡിക്കൽ സയൻസിൽ മാർഗമില്ലെന്നാ. മമ്മിക്ക് എന്തെങ്കിലും പറ്റിയ ജൂലി, ലാലി മോളെ, ജൂലി മോളെ, ലാലി, ജൂലി, മക്കളെ, ജൂലി, ഞാനിത് എവിടാ? എന്താ അമ്മേ? മക്കളെ, നമ്മളിത് എവിടെയാ? നമ്മള് സക്കര ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ. എന്തിനാ നമ്മളിവിടെ വന്നത്? അമ്മ വീണില്ലേ? ഇന്ന് അമ്മയ്ക്കൊരു ചെറിയ സർജറി ഉണ്ട്. വേണ്ട, എനിക്കൊന്നുമില്ല, വേണ്ട. സർജറിക്ക് മുന്നേയുള്ള സ്കാനിംഗ് റിപ്പോർട്ടുമായി ചാച്ചൻ ഡോക്ടറെ അതിന് എനിക്കൊന്നും ഇല്ലല്ലോ മക്കളെ. എന്റെ അസുഖം എല്ലാം മാറി. സിസ്റ്റർ എന്നോട് പറഞ്ഞ് എന്റെ അസുഖം എല്ലാം മാറിയെന്ന്.
പറ്റി സിസ്റ്റർ? രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. വെളുപ്പാങ്കാലത്ത് കണ്ണൊന്നടച്ചപ്പോ പാതി മയക്കത്തിൽ ഒരു മിന്നായം പോലെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. മോളെ, ആരാ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മോൾക്കിതെന്ത് പറ്റി? ഞാനെന്ന് വീണതാ, ഇന്ന് ഓപ്പറേഷനാ. അതിന് മോൾക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഞാനിപ്പോ പറയുന്നു, നിനക്കൊരു കുഴപ്പവുമില്ല. ആരാ ഈ പറയുന്ന ആളിനെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നാളെ നീ എന്നെ അറിയും, എല്ലാവരും അറിയും. ഞാനിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നിന്റെ എല്ലാ രോഗവും എടുത്തു മാറ്റി. ഇപ്പോൾ നിനക്കൊരു കുഴപ്പവുമില്ല. മോളെ, നീ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. മമ്മിക്ക് സർജറി വേണ്ടെന്നാ പറയുന്നത്. പേടിച്ചു പോയെന്നാ തോന്നുന്നേ. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടറും പറഞ്ഞു ഇപ്പോഴെടുത്ത സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാ യാതൊരു കുഴപ്പവുമില്ലാത്ത തലയിൽ സർജറി നടത്തിയാൽ നമ്മുടെ തലയ്ക്കകത്താണ് കുഴപ്പമെന്ന് മറ്റുള്ളവർ പറയില്ലേന്ന്. മോളിക്കുട്ടി ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. എ മിറക്കിൾ. യെസ്. മോളിക്കുട്ടി, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ദൈവം എന്നെ. ഞങ്ങൾ മാത്രമല്ല, ജൂലിയും മോളിക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതിരിക്കട്ടെ, രാത്രിയിൽ മോളിയോട് ആരാ സംസാരിച്ചത്? വ്യക്തമായി ഞാൻ കണ്ടില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, അത് നിങ്ങളാരുമല്ല. അപ്പ പിന്നെ അതാരാ? ഈ സിസ്റ്ററാ ഇന്നലെ എൻ്റെ അടുത്ത് വന്നതും എന്നോട് സംസാരിച്ചതും. ഈ സിസ്റ്ററാ. ഏലീശോമ്മ, അമ്മയ്ക്ക് ഞാൻ എന്താ തിരിച്ചു തരിക? എന്ത് സമ്മാനമാ ഞാൻ തരിക? മോളിക്കുട്ടി, ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളിൽ മറഞ്ഞിരിക്കുന്നൊരു നന്മയുണ്ട്, തിരിച്ചറിവ്. എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയല്ല, ചോദിച്ചത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവളെയാണ് ചോദിച്ചത്. ചോദിച്ചത് മനസ്സറിഞ്ഞു തരികയാ. എടുത്തോ. വേദനിക്കുന്നവരെയും മനസ്സ് തകർന്നവരെയും സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പൊന്നുമോളെ തരികയാ. മണ്ണിനും വിണ്ണിനുമിടയിലെ മധ്യവർത്തിയായ ഒരമ്മ. അസാധ്യങ്ങളെ നേടിത്തരാമെന്ന ഉറപ്പോടെ അമ്മ മക്കളെ വിളിക്കുന്നു. നഷ്ടങ്ങളും നൊമ്പരങ്ങളും നമുക്കേൽപ്പിക്കാം ആ കൈകളിൽ. ഇതാ നമുക്കൊരാശ്രയം, നമുക്കൊരമ്മ, എലീശമ്മ.